2013 ബലാത്സംഗ കേസിൽ തഹൽക സ്ഥാപകൻ തരുൺ തേജ്പാലിനെ ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഗോവ ട്രയൽ കോടതിയുടെ 2021 വിധി ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. തെഹൽക്കയുടെ വാർഷിക പരിപാടിയായ തിക് ഫെസ്റ്റ് നടക്കുന്നതിനിടെ ഗോവയിൽ ഒരു റിസോർട്ടിൽ ലിഫ്റ്റിൽ വെച്ച് തേജ്പാൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ച് ഒരു ജീവനക്കാരി നൽകിയ പരാതിയെ തുടർന്നാണ് ഈ കേസ് ഉണ്ടാകുന്നത്. ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ വിധിക്ക് ആധാരമായ കാരണങ്ങൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടില്ല. കേസിൽ വിശദമായ ഉത്തരവ് വരാനിരിക്കുന്നതേയുള്ളൂ. വിധി വന്നതിന് പിന്നാലെ ഉത്തരവ് നടപ്പാക്കുന്നത് ഒരാഴ്ചത്തേക്ക് അടിയന്തരമായി തടയണമെന്ന് ആവശ്യപ്പെട്ട് തേജ്പാൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ ഡോക്ടർ നീല ഖോഖ്ലെ, അമിത് ജംസ്ഗേന്ദർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് IPCയിലെ 354A, 354B വകുപ്പുകൾക്ക് പുറമെ 376(2F), 376(2K) എന്നീ വകുപ്പുകൾ പ്രകാരം ബലാത്സംഗം, ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങൾ തേജ്പാൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മുൻപത്തെ വിധിയും ഉത്തരവും റദ്ദാക്കിക്കൊണ്ട് ഞങ്ങൾ തേജ്പാലിനെ കുറ്റക്കാരനായി വിധിക്കുന്നു എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വിശ്വാസയോഗ്യമായ സ്ഥാനത്തോ അധികാര സ്ഥാനത്തോ ഉള്ള ഒരാൾ നടത്തുന്ന ബലാത്സംഗത്തെ സെക്ഷൻ 376(2F) കുറ്റകരമാകുമ്പോൾ ലൈംഗിക അതിക്രമത്തെ സെക്ഷൻ 354A കുറ്റക്കാരാക്കുന്നു. ഒരു സ്ത്രീയുടെ വസ്ത്രം നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ അവർക്കെതിരെ നടത്തുന്ന ആക്രമണത്തെയോ ക്രിമിനൽ പ്രയോഗത്തെയോ സെക്ഷൻ 354B കുറ്റകരമാകുന്നുണ്ട്. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ കേസുകളിൽ ഒന്നിലെ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഏവരും ഉറ്റുനോക്കിയ ഈ ഒരു വിധി വന്നത്. വിധി പ്രസ്താവിക്കുന്ന സമയത്ത് തേജ്പാൽ കോടതിയിൽ ഹാജരായിരുന്നു. തനിക്ക് ഇപ്പോൾ 62 വയസ്സായെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. കോടതിയുടെ പരിഗണനയും ഇളവും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം കോടതിയുടെ മുമ്പാകെ വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എനിക്ക് 62 വയസ്സായി, ഞാനൊരു ഇരയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊരു ഭാര്യയുണ്ട്. അതിൽ കൂടുതലായി പറയാൻ ഒന്നുമില്ലെന്നും ബോംബെ ഹൈക്കോടതിയിൽ തേജ്പാൽ പറഞ്ഞു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകുക എന്നത് മാത്രമാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത്. ദയവായി എന്നോട് ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്ന് തേജ്പാൽ പറയുന്നത്. കുറ്റക്കാരനാണെന്ന കണ്ടെത്തലിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായി വിധി നടപ്പാക്കുന്നത് 8 ആഴ്ചത്തേക്കൊന്ന് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ മരവിപ്പിക്കണമെന്ന് തേജ്പാലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ആബാദ് പോണ്ട ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചു. കുറ്റം നടന്നിട്ട് 13 വർഷം പിന്നിട്ടെന്നും തേജ്പാലിനെതിരെ മറ്റ് കേസുകളോ FIRകളോ നിലവിലില്ലെന്നും പോണ്ടെ വാദിച്ചു. എനിക്ക് അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട്. ഈ ശിക്ഷാവിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധിക്കുന്ന തരത്തിൽ ഈ ഒരു ഉത്തരവ് 8 ആഴ്ചത്തേക്ക് മരവിപ്പിക്കണം. ഞാൻ ഇതിനകം 6 മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം കൂടി കോടതി പരിഗണിക്കണമെന്നാണ് തേജ്പാൽ പറഞ്ഞത്. ഗോവയിലെ ബാംബോ മില്ലിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലെ ലിഫ്റ്റിനുള്ളിൽ വെച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ തേജ്പാൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് തെഹൽക്കയിലെ മുൻ സഹപ്രവർത്തകയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ്. അക്കാലത്തെ ഏറ്റവും സ്വാധീനമുള്ള അന്വേഷണാത്മക മാഗസീനുകളിൽ ഒന്നായിരുന്നു തെഹൽക്ക. തേജ്പാലിനാകട്ടെ ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. 2013 നവംബർ 30 തേജ്പാൽ അറസ്റ്റിലായി. എന്നാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. ഗോവയിലെ സെഷൻസ് കോടതിയിൽ ഈ കേസിൽ വിചാരണ 2017 ആരംഭിച്ചു. 2021 എല്ലാ കുറ്റങ്ങളിൽ നിന്നും തേജ്പാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും ഇതിനെതിരെ ഗോവ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി.